പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ കരുതലോടെ കാക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവായ കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു, നന്ദി പറയുന്നു. ആകാശവും ഭൂമിയും അങ്ങേ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം. അവിടുത്തെ മഹത്വം ഭൂമിയിലെയും ആകാശത്തെയും കാൾ ഉന്നതമാണ്. കാരുണ്യവാനായ കർത്താവേ, പുതിയൊരു പ്രഭാതം നൽകി അനുഗ്രഹിച്ച അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശു മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുന്നുവെന്നും അങ്ങനെ അവനെ വധിക്കുമെന്നും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും തൻ്റെ ശിഷ്യന്മാരോട് യേശു അറിയിക്കുന്നു. പീഡനത്തെക്കുറിച്ച്, തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഒക്കെ കർത്താവ് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ദേവാലയ നികുതിയെക്കുറിച്ച് പത്രോസിനോട് ചോദിക്കുന്ന നികുതി പിരിവുകാരെ കാണുവാൻ കഴിയും. നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? കർത്താവ് ശിമോനോട് ചോദിക്കുന്നുണ്ട്, ശിമോനെ, നിനക്കെന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കോ പിരിക്കുന്നത്? തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ? അന്യരിൽ നിന്ന് എന്ന പത്രോസ് മറുപടി പറയുമ്പോഴും, അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ, എങ്കിലും ഇടർച്ചയുണ്ടാകാതിരിക്കുവാൻ നികുതി കൊടുക്കുവാനായി കർത്താവ് ഒരു മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് നാണയം കണ്ടെത്തുവാനായിട്ട് ആവശ്യം. നല്ല ഈശോയെ, ഇന്നേ ദിനം അങ്ങ് നൽകുന്ന അനുഗ്രഹത്തിന് നന്ദി പറയും. രാജ്യത്തിൻ്റെ പൗരന്മാരും സ്വർഗത്തിൻ്റെ പൗരന്മാരുമാണ് ഞങ്ങളെന്ന ഔത്തവമായിട്ടുള്ള ബോധ്യം. സ്വർഗീയ പൗരന്മാരായ ഞങ്ങൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രാജ്യത്തിൻ്റെ നിയമങ്ങളും അനുസരിക്കുവാൻ കടപ്പെട്ടവരാണെന്ന് ഞങ്ങളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ മക്കളെന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. വിശുദ്ധ പൊർക്കാരിയസും കൂട്ടരും രക്തസാക്ഷിത്വം ചൂടിക്കൊണ്ട മുസ്ലിം തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടപ്പോഴും അവരുടെ വിശ്വാസം അവരേറ്റുപറഞ്ഞ് ജീവിച്ചു. ഞങ്ങളുടെ വിശ്വാസവും ഏറ്റുപറഞ്ഞ് സ്വർഗത്തിലെ അങ്ങയുടെ ഭവനത്തിൽ എത്തിച്ചേരുന്നവരെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. മറ്റുള്ളവർ ഞങ്ങളെ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്യുമ്പോഴും അങ്ങയുടെ തിരുനാമത്തെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കൃപ നൽകണമേ. വിവിധ രാജ്യങ്ങളിൽ അങ്ങയുടെ നാമത്തെ പ്രതി പീഡനങ്ങൾ ഏൽക്കുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കും. പ്രേക്ഷിതരായിട്ട് പോയിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കും. വൈദികര്, സന്യസ്തര്, അൽമയ പ്രേക്ഷിതര്, ഇവരെയൊക്കെ അങ്ങ് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. ഈ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങയെ ആരാധിച്ച് സൂചിച്ച് മഹത്വപ്പെടുത്തും. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.